ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പനീർ ബട്ടറാണ്. ഈ പനീർ ബട്ടർ മസാല എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഓയിലിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ഒരു പീസ് ബട്ടർ കൂടി ഇതിലേക്ക് ചേർക്കാം. ഓയിലും ബട്ടറും മെൽട്ടായതിനു ശേഷം അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം എന്നിവ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത ഉള്ളി കൂടി ചേർക്കാം. കൂടാതെ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയെ നമുക്ക് ചേർക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർക്കേണ്ടതുണ്ട്. ഒരു 10-15 കാഷ്യൂനട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ചേർക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഗ്രേവി കുറച്ച് കട്ടിയായിരിക്കാൻ വേണ്ടിയാണ് കാഷ്യൂനട്ട് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കേണ്ടതുണ്ട്. ഞാൻ ഇതിലേക്ക് 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 വലിയ തക്കാളിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് തക്കാളിയുടെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരേണ്ടതുണ്ട്. അതിനാൽ നമുക്ക് കുറച്ച് മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഞാനിത് അടച്ച് വെക്കുകയാണ്. നമുക്കിതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. ഇനി ഇപ്പം നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി അതേ പാൻ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം, 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഉള്ളി ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ചേർക്കണം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ മുളകാണ് ചേർക്കുന്നത്. ഇത് എരിവ് കുറഞ്ഞ മുളകാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിലൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവിയും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു കുറച്ച് സമയം നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഞങ്ങളത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് വെക്കാം. ഞാൻ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്.
ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ്. വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ ക്യൂബ്സ് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ പനീർ ക്യൂബ്സും മസാലയും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി, പനീറിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിക്കാം. തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുന്നതാണ് നല്ലത്. ഇത് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്രീം കറിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് കസൂരി മെത്തിയാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമാണ് കറിക്ക്, നല്ല ഒരു പ്രത്യേക സ്മെൽ തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് കറിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കണം. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.